നന്ദൂട്ടൻ്റെ വാക്സിനേഷൻ ഡേ ആണ്. അപ്പം അതേപോലെ രാവിലെ അവൻ എഴുന്നേറ്റ് കിടപ്പുണ്ട്. കുറച്ച് നേരം അവനെ കളിപ്പിച്ചതിന് ശേഷം പയ്യെ ഞങ്ങളുടെ പ്രഭാത കൃത്യങ്ങളിലേക്ക് കടന്നു. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ എന്നും ഇപ്പോഴും മുടങ്ങാണ്ട് വൈറ്റമിൻ ഡി കഴിക്കണ്ടേ, അതുമാത്രം പുള്ളിക്ക് ഇപ്പോഴും വളരെ ഇഷ്ടമുള്ള. പിന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായ വാക്സിനേഷന് പോകാനായിട്ട് തയ്യാറായി. 10:30 ഞങ്ങൾക്ക് വന്നിരുന്ന സമയം. അമ്മ പയ്യെ ദർശൂടിനെ അംഗൻവാടിയിലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ 3 പേരും കൂടെയാണ് വാക്സിനേഷൻ എടുക്കാൻ പോയത്. തൊട്ടടുത്ത് പള്ളിയിലായിരുന്നു ഞങ്ങൾക്ക് വാക്സിനേഷൻ തന്നിരുന്നത്. അവിടെ അധികം തിരക്കൊന്നുമില്ലാത്ത ദിവസം കുത്ത് കിട്ടാൻ പോവാന്നറിയാതെ പാവം എന്താന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഇപ്പം ഇവിടെ നടക്കണേന്ന് പുള്ളിക്ക് ഒരു പിടിയില്ല. പുള്ളി ചുറ്റും നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കായിരുന്നു. പിന്നെ വാക്സിനേഷൻ ആയിട്ട് ഞങ്ങൾ റൂമിലേക്ക് കയറി. ആദ്യം പുള്ളിക്കൊരു വെപ്രാളം ഉണ്ടായിരുന്നു. കൂടെ എനിക്കും ഇത് കുറേ നാട്ട് ശീലമില്ലായിരുന്നല്ലോ. പിന്നെ പയ്യെ പോളിയോയുടെ വാക്സിനേഷൻ കൊടുത്തു. അത് പുള്ളിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോഴേക്കും പുള്ളിയുടെ മൂടൊക്കെ മാറി തുടങ്ങിയ. അതിൻ്റെ ഇടയിൽ കൂടെ സിസ്റ്റർമാർ കുറേ ഉപദേശമൊക്കെ തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കേൾക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പകുതി കിളി പോയ അവസ്ഥയായിരുന്നു. പിന്നെ വാക്സിനേഷന് ശേഷം ആളപ്പം തന്നെ ഉറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ടാണോ വേദന കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ അവനെ ഞങ്ങൾ വീട്ടിൽ വന്ന് തൊട്ടിൽ കിടത്തി. ആൾ കുറേ നേരമൊക്കെ കിടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേദന കൊണ്ടാണെന്ന് തോന്നുന്നു പാവം ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കരയുണ്ടായി. ഇന്നത്തെ ദിവസവും എന്തായാലും പോക്കാന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. രാത്രിയിൽ അമ്മയും ഞാനും മാറി മാറി നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. പക്ഷെ കൂടുതലും അമ്മയാട്ടോ അവനെ നോക്കിയത്. രാവിലെ ആയപ്പോഴേക്കും ആൾ പയ്യെ കാലൊക്കെ ഇട്ട് കളിച്ചു തുടങ്ങി. വേദന കുറഞ്ഞു തുടങ്ങിയതുകൊണ്ടാവും, പക്ഷെ എപ്പോഴും നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. എന്നാലും പകുതി ആശ്വാസമായി.